അപ്പത്തിന്റെ കൂടൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു പൊടിച്ചമ്മന്തി നോക്കിയാലോ? കൊച്ചുള്ളി, വറ്റൽമുളക്, തേങ്ങ, കറിവേപ്പില, കല്ലുപ്പാ ഞാൻ ഇടുന്നത്. കല്ലുപ്പ് ഇടുന്നതിന്റെ ഒരു ഗുണം കണ്ടോ? അരകല്ലിൽ ഈ മുളക് ചേർത്ത് അരയ്ക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് അരഞ്ഞു കിട്ടുവേ. ഈ കറിയൊക്കെ കൂട്ടാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്ക് അപ്പം ഉണ്ടാക്കുമ്പോഴേ ഇത് കൂട്ടി കഴിക്കുക എന്തൊരു ടേസ്റ്റാണെന്നറിയോ? എന്റെ അമ്മ ഉണ്ടാക്കുന്ന ഈ സ്റ്റൈൽ അതുകൊണ്ടാണ് ഞാനും ഇത് ഉണ്ടാക്കുന്നത്. പലരും പല രീതിയിൽ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടേ. അപ്പോൾ ഈ കല്ലിനകത്ത് നമ്മൾ ഈ തേങ്ങ ചെറുതായിട്ടൊന്ന് ചതഞ്ഞാൽ മതി കേട്ടോ. ഈ കൊച്ചുള്ളി അതിന്റെ കൂട്ടത്തിൽ ചതക്കും. തേങ്ങ ഞാൻ തലേന്ന് ഫ്രിഡ്ജിൽ വെച്ചോണ്ടാ ഈ ഒരു ഇങ്ങനെ കുഴഞ്ഞതുപോലെ ഇരിക്കുന്നത്. അത് ചൂടാക്കുമ്പോൾ അങ്ങ് റെഡി ആയിക്കോളും. പണ്ടൊക്കെ ഈ കല്ലിന്റെ സൗണ്ട് ഇങ്ങനെ മിക്ക വീടുകളിലും കേൾക്കുമായിരുന്നു. ഇപ്പൊ എവിടെ കേൾക്കാനാ? കല്ലും ഇല്ല, ആർക്കും ഇല്ല, ഒന്നുമില്ല. അന്നേരം അത് കഴിഞ്ഞിട്ട് വിഷയത്തിലോട്ട് വന്നേക്കാം നമുക്ക്. പിന്നെ ചീനിച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണേ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടേ കടുക് ഇടാവുള്ളൂ. എന്റെ അമ്മൂമ്മയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കടുക് നല്ലപോലെ പൊട്ടണം. പൊട്ടാതിരുന്ന ആ കറിയിൽ കടുക് അടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വരത്തില്ല. അതുകൊണ്ട് നല്ലപോലെ ചൂടായിട്ടിട്ടാ പെട്ടെന്നങ്ങ് അത് പൊട്ടി അങ്ങ് ആയിക്കോളും. അപ്പോഴത്തേനും ഞാൻ കറിവേപ്പില, കൊച്ചുള്ളി, പനിയാ കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഒരു ചുമയൊക്കെ ഉണ്ട്. കൊച്ചുള്ളി എല്ലാം കൂടി ഇട്ടങ്ങോട്ട് വാരി വിതറി. അതെന്തോ ഒരു മണവുമാ. ഇത് അടുത്ത് നിന്നാ പൊട്ടിത്തെറിച്ച് ദേഹത്തെല്ലാം നല്ല സുഖമായിരിക്കും. പിന്നെ ഈ ചമ്മന്തി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒന്നുകിൽ ഒരു സ്പൂണ് അല്ലെങ്കിൽ ഈ തവിയുടെ കണ കൊണ്ടേ ഇളക്കാവുള്ളേ. ഇളക്കുമ്പോൾ തന്നെ എന്തോ ഒരു മണം വന്നിട്ട് അത്തപ്പൂക്കളം ഇട്ട പോലെ കണ്ടോ? എല്ലാവരും ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് മെസ്സേജ് ചെയ്യണേ.